ഹായ് കുട്ടികളെ. സോ ഇന്ന് മാജിക് 2 ഡേ പ്രാക്ടീസാണ്. സോ ഇന്ന് നമ്മൾ മാജിക് റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ക്രിസ്റ്റലോ അല്ലെങ്കിൽ ഒരു കല്ലോ കയ്യിൽ പിടിക്കണമെന്ന്. എന്തുകൊണ്ടാണ് ഒരു റോക്കിനെ ഉദ്ദേശിക്കുന്നത് മാജിക് റോക്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഗ്രാറ്റിറ്റ്യൂഡാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിട്ടുപോകും, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഒരു കല്ല് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. പിന്നെ അതുപോലെ നമ്മൾ ഹാർട്ട് ചക്രമേ അടുത്ത് വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഞാനിത് പറയുമ്പോൾ തന്നെ നല്ല കാറ്റ് നിങ്ങളെ ഹീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാജിക് 2 പ്രാക്ടീസിൽ നമ്മൾ മാജിക് 1 ഇപ്പോൾ ആദ്യമായിട്ടാണ് മാജിക് 2 ആണ് ആദ്യം നിങ്ങൾ കാണുന്നതെങ്കിൽ മാജിക് 1ൻ്റെ ഫസ്റ്റ് ഡേ നിങ്ങൾ ചെയ്യാം. വീഡിയോ കാണുക. അതിൽ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിൽ ബ്ലെസ്സിങ്സ് പറയാം. നമുക്ക് നമ്മുടെ തലമുടീനെ, ഹെയറിന്, ഞാൻ അങ്ങനെ പറയാറുണ്ട്. എന്നോടൊരു വീഡിയോയിൽ ചോദിച്ചു, മാമിൻ്റെ മുടി എങ്ങനെയാണ്, എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഹെയർ ഇത്രയും വളർന്നു പോയത്. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. ഞാൻ ഓയിലൊക്കെ ചെയ്ത് ഞാൻ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറ്, ഓയിലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് 2 ഭാഗത്തും മെറ്റേണലും സൈഡിലും നന്നായി മുടിയൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ നന്നായിട്ട് ഹെയർ കോംബ് ചെയ്യുമ്പോൾ എപ്പോഴും താങ്ക് യു എൻ്റെ ഹെയർ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടാണ് മുടി കോംബ് ചെയ്യാറ്. അപ്പോൾ അതൊരു വളരെ വലിയൊരു വൈബ്രേഷൻ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ഹെയർ സ്മൂത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹങ്ങളിൽ എൻ്റെ ഹെയർ സ്മൂത്തായി ഇരിക്കുന്നതിന് ഒരുപാട് നന്ദി, താങ്ക് യു എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മുടിയൊക്കെ രാത്രി ചീക്കി നെറുകിൽ കെട്ടി വയ്ക്കാറ്, അങ്ങനെ ഞാൻ കെടുക്കാറ്. ഓക്കെ, നന്നായിട്ട് ഹെയറിനോട് താങ്ക് യു പറയാം, നമ്മുടെ സ്കിന്നിനോട് താങ്ക് യു പറയാം. നമ്മുടെ ബ്ലഡിൽ നല്ല പ്യൂരിഫൈ ചെയ്ത് ബ്ലഡ് നടക്കുന്നുണ്ടല്ലോ അല്ലേ. ചിലവർക്ക് ബ്ലഡിൽ ഇഷ്യൂ വരുമ്പോഴാണല്ലോ ഒരു ക്യാൻസറും പല ഇഷ്യൂസസും വരും. അപ്പോൾ നമ്മുടെ ബ്ലഡിനോടും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഫ്ലൂയിഡ്സിനോടും ജീനിനോടും നമുക്ക് കാണാത്ത ഇൻറ്റേർണൽ ഓർഗൻസിനോടും നിങ്ങൾക്ക് എന്തിനോടൊക്കെ നന്ദി. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, എന്തൊക്കെ നന്ദി പറയാനുണ്ട്, അതിനൊക്കെ നന്ദി പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേയിൽ ചെയ്യാനുള്ളത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ചെയ്യുന്നത് മാജിക് റോക്സ് വെച്ചിട്ടുള്ള ഹീലിംഗ് ആണ്. ഞാനിത് പറയുമ്പോൾ ഒരു കൂട്ടം ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ കാണുന്നത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാജിക് റോക്ക് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് താങ്ക് യു പറയാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് പറയാം, ഉറക്കെ പറയണമെന്നില്ല, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾക്ക് താങ്ക് യു മാക്സിമം പറയാം. നിങ്ങളുടെ ഓരോ കാര്യത്തിനും താങ്ക് യു പറയാം. ഇന്ന് നിങ്ങൾക്കൊരു കാര്യത്തിന് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിനോടും താങ്ക് യു പറയാം. ആ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് യൂണിവേഴ്സിന് അതിൻ്റെ സമയം കൊടുക്കുക, അതിന് നിങ്ങൾ താങ്ക് യു പറയാം. എല്ലാത്തിനും ഒരു മംഗളുണ്ട്, അതാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഒരു കാര്യത്തിനും ഒരു മംഗളുണ്ടായിരിക്കും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത്. എല്ലാത്തിനോടും താങ്ക് യു പറയാം. നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പിനോടും താങ്ക് യു പറയാം. നിങ്ങളോട് താങ്ക് യു പറയാം. യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം. കാരണം നിങ്ങളെ ലോകത്ത് എത്ര പേരുണ്ട്, എത്ര ചാനൽസ് ഉണ്ട്. ഈ ഒരു ചാനൽ കാണാനും ചെയ്യാനും ഒക്കെ നമുക്കൊരു നിമിത്തമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഗൈഡൻസസ് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ ലൈഫ് ഈസി ആയിട്ട് ചേഞ്ച് ആവുകയാണ്. ഒരു ഫ്രീ ആയിട്ട് അല്ലെ, ഒരു രൂപ പോലും നിങ്ങൾ ചിലവാക്കാതെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഹീലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാജിക് 2 നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ജേർണലിൽ എഴുതണം. ഓക്കെ, അത് എഴുതാറില്ല എല്ലാവരും. ഇതിൽ കുറേ പേര് സ്പിരിച്വൽ ജേർണിയിൽ പോകുന്നവരുണ്ടായിരിക്കും, അവർക്ക് അറിയുന്നുണ്ടായിരിക്കും ജേർണൽ ബുക്കൊക്കെ. ഒന്നുമില്ല, ജേർണൽ മീൻസ് നമ്മളുടെ ലൈഫിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതുന്നത്. താങ്ക് യു പറഞ്ഞ് എഴുതാം. ഓക്കെ, സോ മാജിക് 2 സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾ ഈ റോക്ക് കയ്യിൽ വയ്ക്കുക. എന്നിട്ട് ഇനി ഈ റോക്ക് നമ്മൾ നിരന്തരം രാത്രി കിടക്കുമ്പോഴും നിങ്ങളെ തലയിലവിടെ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ്, ഇന്നത്തെ ഡേ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി അതിനൊക്കെ നന്ദി പറഞ്ഞതിന് ശേഷം ആ ഒരു ക്രിസ്റ്റൽ നിങ്ങളുടെ തലയുടെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ കിടന്നുറങ്ങുക. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഉറങ്ങുക. നിങ്ങൾക്ക് അഫോർമേഷൻസ് പറയാം. ഐ ആം മണി മാഗ്നറ്റാണ് ഞാൻ, ഐ ആം മണി മാഗ്നറ്റ്. എന്നിലേക്ക് സമ്പത്ത് ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നു. ഞാൻ മാന്ത്രിക മണി മാഗ്നറ്റാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ മണി അഫോർമേഷൻസ് ഉണ്ട് അത് പറഞ്ഞ് നിങ്ങൾ ഈ ക്രിസ്റ്റൽസ് വെച്ച് അങ്ങനെ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എനിക്കും ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ സെറ്റായിട്ടുണ്ടായിരിക്കും. ധാരാളമായിട്ടുള്ള ക്ലയൻസ്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങളിലേക്ക്
ക്ലയൻസും അതുപോലെ എന്താ പറയുക, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ബിസിനസ്സാണോ അല്ലെങ്കിൽ ടീച്ചിങ് ആണോ, എന്താ അതിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. വിത്തിൻ 1 ഡേ നിങ്ങൾ മീൻസ് ആ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഹീലിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ റിസൾട്ട് വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ചേഞ്ചസ് വരും. എനിക്കത് ഫീൽ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഈ ഒരു പ്രാക്ടീസ് 28 ഡേ ഒരു 5 കൊല്ലങ്ങൾ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു പേഴ്സണാണ്. അന്ന് കുറേ കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിട്ടുപോയി. പിന്നീട് ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് പിന്നെയും ഈ ഒരു പ്രാക്ടീസ് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, എന്തുകൊണ്ട് എൻ്റെ ചാനലിലത്തെ സബ്സ്ക്രൈബേഴ്സിനെ ഷെയർ ചെയ്ത് കൂടാ. കാരണം ഓരോരുത്തർ ഓരോ ഇഷ്യൂ പറയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഹീൽ ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന ആളോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു. ഈ ഒരു 20 ഡേയ്സ് കഴിയുന്നതിൽ 20 ഡേയ്സ് വരെ ഈ 28 ഡേയ്സ് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ഇതൊരു ലൈഫിലൊരു ഹാബിറ്റായിട്ട് നിങ്ങൾ മാറ്റണം. നിങ്ങൾ എല്ലാത്തിനും നന്ദി പറയാം. ഗൂഗിൾ പേ ചെയ്യുമ്പോഴും Paytm ചെയ്യുമ്പോഴും പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ മനസ്സിൽ താങ്ക് യു പറയും. ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഞാൻ അവർക്ക് അവരുടെ ഗൂഗിൾ പേ വഴിയാണോ ഏത് വഴിയാണ് താങ്ക് യു അത് ഞാൻ പറഞ്ഞിരിക്കും. അത് അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക്. അതിലൂടെ അവർക്കും എനിക്കും നല്ല രീതിയിൽ ഹീലിംഗ് വരും. കാരണം അത് പറയുന്നതനുസരിച്ച് എനിക്ക് അത്രയും ബ്ലെസ്സിങ്സ് ലൈഫിൽ വർദ്ധിക്കാറുണ്ട്. മണിയായിട്ടും എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സ് വരാറുണ്ട്, പീസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഈ മാജിക് റോക്ക് വെച്ചിട്ട് അതിലൂടെ നിങ്ങൾ ജേർണൽ കണ്ടിന്യൂ ചെയ്ത് എഴുതണം. ഓക്കെ, ജേർണലിൽ ഒരു 10 മിനിമമാണ് 10 പോയിൻറ്റ്സ്, മാക്സിമം എത്ര വേണമെങ്കിൽ നിങ്ങൾ ഡേറ്റ് വിട്ടിട്ട് എഴുതിക്കോളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇതിൽ വലിയ ഡൗട്ട്സൊന്നും നിങ്ങൾക്ക് വരാനില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, കൂടെ മാജിക് റോക്ക് കയ്യിൽ വെച്ചിട്ട് നന്ദി പറയാം. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഓപ്പൺ ടെക്നിക്സ് അറിയുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു മാജിക് ഡേ 2 നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹെൽത്ത് ബ്ലെസ്സിങ്സിനാണെങ്കിൽ യൂണിവേഴ്സ് എൻ്റെ ഹെൽത്ത് ധാരാളമായിട്ട് ഇമ്പ്രൂവ് ആയതിനും ഞാൻ നോർമലായിട്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഞാൻ മാറിയതിന് ഒരുപാട് നന്ദി. മാജിക് റോക്ക് കയ്യിൽ പിടിക്കുക, ഹാർട്ട് ചക്രയുടെ അവിടെ വയ്ക്കുക, താങ്ക് യു പറയുക. 3 ടൈംസ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. പിന്നെ ഓപ്പൺ ടെക്നിക്ക് അറിയുകയാണെങ്കിൽ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പറയാം. ഓക്കെ, അത്രയും തവണ പറയുമ്പോൾ ഫീൽ ചെയ്തിട്ട് വേണം പറയാൻ. ആ ഒരു ഫീലിങ്ങിനാണ് എല്ലാ കാര്യവും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു. സോ മാജിക് 2 ഇവിടെ എൻ്റെ ആവുകയാണ്. നിങ്ങൾ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡേ മാജിക് 3 തേർഡ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഹീലിംഗ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് 3 പേരാണ് മാക്സിമം നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് റിലേഷൻഷിപ്പാണോ ഹീൽ ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേരുടെ ഫോട്ടോസ് നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇൻഷോട്ടോ അങ്ങനെ ക്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പേരുടെ ഫോട്ടോ ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റുമല്ലോ. 3 പേരുടെ നിങ്ങളെ ആലോചിച്ച് നിങ്ങൾക്ക് ഏത് 3 പേർക്കാണ് നിങ്ങൾക്ക് കൂടുതലും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ളത്. ഇപ്പോൾ മദറിലോ ആണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവർ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടുതൽ അതിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഓക്കെ, അവരെ ഫോട്ടോസ് എടുത്ത് വയ്ക്കുക, അത്രേ വേണ്ട. ഓക്കെ, സോ താങ്ക് യു. സോ മാജിക് 2 ഷോർട്ടായിട്ട് പറയാം. നമ്മൾ ആ റോക്ക് വെച്ചിട്ടാണ് ഇന്നത്തെ ഹീലിംഗ് എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ആ ഡേ 24 അവേഴ്സും നിങ്ങൾ ആ റോക്ക് കയ്യിൽ പിടിക്കുക. നിങ്ങൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് ബാഗിലോ നിങ്ങളുടെ കയ്യിലൊക്കെ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് അതിന് കാണുമ്പോൾ താങ്ക് യു പറ. കിട്ടുന്ന സമയമൊക്കെ താങ്ക് യു പറയുക. ആ റോക്ക് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു അങ്ങനെ കൂടുതൽ പറയുക. അതാണ് മാജിക് റോക്ക് വെച്ചിട്ടുള്ള സെക്കൻഡ് ഡേ ഹീലിംഗ്. ഓക്കെ, അത്ര സിമ്പിളാണ് കേട്ടോ. റോക്ക് വെച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കും, ഒന്നുമില്ല. ആ ഒരു ഡേ ഫുള്ള് അത് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ഇനി നമ്മളുടെ പ്രാക്ടീസ് ഫുള്ള് കൂടെ റോക്കും ഈ ബുക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ നല്ല രീതിയിൽ ചെയ്യുക. കൂടുതൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾ വാങ്ങുക. ഓക്കെ, നിങ്ങൾ പറയുന്ന അഫോർമേഷൻസും കാര്യങ്ങളും പറയുന്ന വേർഡ്സും ചിന്തകളൊക്കെ ഇനി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ വൈബ്രേഷൻസ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് വരും. സോ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തിങ്സിനെ അട്രാക്റ്റ് ചെയ്ത് വരാം. ഓക്കെ, വറി ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ വറി ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് വരിക. അബണ്ടൻസ് ആണോ നിങ്ങൾ ചിന്തിക്കുന്നത്, കാണുന്നത്, പ്രവർത്തിക്കുന്നത്, അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരിക. സോ എന്താണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് വൈബ്രേഷൻസ് കൊടുക്കുന്നത് അതാണ് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നത്. സോ ബി കെയർഫുൾ.
എന്ത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയല്ല, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. സോ ഡേ 1 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഡേ 2ൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഡേ 1 കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിലൂടെ കുറേ പേർക്കും അതൊരു പ്രചോദനമാവും. നിങ്ങളുടെ ഹാപ്പിനെസ്, ആ വൈബ്രേഷൻസ് കിട്ടുമ്പോൾ എല്ലാവരിലേക്കും ആ വൈബ്രേഷൻസ്, അങ്ങനെ നമുക്ക് ഭൂമിയുടെ എർത്തിൻ്റെ വൈബ്രേഷൻസ് കൂടുതൽ ചേഞ്ച് ആക്കണം. ഓക്കെ, സോ താങ്ക് യു. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, മാജിക് ഡേ 3 റിലേഷൻഷിപ്പ് ഹീലിങ്ങിൽ നമുക്ക് നാളെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള 3 ഫോട്ടോസ് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുക. ബാക്കി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.